ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു പക്ഷേ പലർക്കും അത് ഇഷ്ടമാണ്, പലർക്കും ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. എന്താണെന്നറിയോ? വെള്ളരിക്കായും ഒരു കോഴിമുട്ടയും കൊണ്ട് നല്ല അടിപൊളി ഒരു സൂപ്പായിരുന്നു ചെയ്യുന്നത്. പല രീതിയിലുള്ള സൂപ്പുകളും നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? പക്ഷേ വെള്ളരിക്കായും മുട്ടയും കൊണ്ട് സൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് താല്പര്യമുള്ള ആൾക്കാർ കാണും, അവർ നോക്കി ചെയ്തോണം. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ആ സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അപ്പോൾ ഈ വെള്ളരിക്കയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഉച്ചമുട്ട എടുക്കുക. നമുക്കറിയാമല്ലോ ഇത് കഴിക്കുന്ന ഭാഗമാണ്. ഇത് നമുക്ക് ചെത്തിക്കളയും. ഇതേപോലെ ആ കുരുവിൻ്റെ ആ ഭാഗം നോക്കി അങ്ങ് ഇതേപോലെ ചെത്തിക്കളയും. ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്തോണ്ട് വരട്ടെ. നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ നാക്കിയ ശേഷം ഈ ഒരു രീതിക്ക് തന്നെ വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളരിക്കയൊക്കെ ഇതേപോലെ ഇത് കൊത്തി അരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ കുക്കർ അങ്ങോട്ട് എടുക്കുക. ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഈ വെള്ളരിക്ക എല്ലാം അങ്ങോട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. അതും ഒന്ന് കൊത്തി അരിഞ്ഞ് അങ്ങോട്ടിടാം. ഇതിൻ്റെ ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കുക്കറിനകത്തോട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഒരല്പം വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള ഉപ്പുപൊടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറിനകത്താകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം 2 പാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി വെള്ളം കൂടെ നമുക്ക് പിന്നീട് ഒഴിക്കേണ്ടതുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് ആദ്യം ഒന്ന് വേകട്ടെ. ഒരു 2-3 പീസിലൊന്നും അടിക്കട്ടെ. 3 വിസിലടിച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ കുക്കർ താഴോട്ട് വെക്കാം. ഇനി വേകാനുണ്ടാൽ തന്നെ ഇതിൻ്റെ അകത്തിരുന്ന് വെന്തോളും. പ്രഷർ പോയതിന് ശേഷം വേണം നമുക്ക് തുറന്നെടുക്കാനായിട്ട്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കുഴുവുള്ള ചീനച്ചട്ടിയോ അല്ല പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക. ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ആ ഓയിലൊന്ന് ചൂടാട്ടെ. ആ സമയം കൊണ്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് ഇതേപോലെ ഇത് നന്നായിട്ട് ഇളക്കി വെക്കുക. ഇതേപോലെ നല്ലപോലെ ഇളക്കി വെക്കുക. കോൺഫ്ലവർ കലക്കി വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. ഇളക്കി ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ നോക്കട്ടെ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പോയതിന് ശേഷം തുറക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കുക്കറിനകത്താകുമ്പോഴത്തേക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ വെള്ളരിക്കയുടെ തൂക്കം ഞാൻ പറയാൻ മറന്നുപോയി. ഒരു 600 ഗ്രാം അടുത്ത് വെള്ളരിക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ 4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കണം. ഞാൻ തൽക്കാലം ഒന്ന് മൂടി വെക്കുകയാണ് തിളയ്ക്കാൻ വേണ്ടി. കുക്കറിൻ്റെ അകത്തായതുകൊണ്ടാണ് 2 പാത്രം വെള്ളം ഒഴിച്ച്. പക്ഷേ കുക്കറിൻ്റെ അകത്തല്ല, ഇതുപോലെ പാത്രത്തിൻ്റെ അകത്താണ് 4 പാത്രം വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. തിളയ്ക്കാൻ വേണ്ടി കൂട്ടി വെച്ച് തീ കുറച്ച് വെച്ചതിന് ശേഷം കലക്കി വെച്ചതിന് കോൺഫ്ലവർ കൂട്ടി വെച്ചു. അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കോൺഫ്ലവർ ഒഴിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇതൊന്നും നല്ലപോലെ കുറുകി വരാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. എന്നാൽ ആ സൂപ്പിൻ്റെ അരികിലേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് നല്ലപോലെ കുറുകി വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു കോഴിമുട്ടയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഇത് ഓപ്ഷനാണ്, ഒരു പക്ഷേ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കും. ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ച് വെക്കുക. മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി ആ സൂപ്പിൻ്റെ ആ രീതിക്കൊന്ന് കുറുകി വരണം കേട്ടോ. കുറുകി വരുമ്പോഴത്തേക്കും വേണം നമുക്ക് ബാക്കി ഐറ്റങ്ങളൊക്കെ ചേർക്കാനായിട്ട്. അപ്പം നമ്മുടെ സൂപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാമല്ലോ, സൂപ്പെന്ന് പറയുമ്പം ഇങ്ങനെ സ്പൂണിന് കോരി കുടിക്കുന്ന ആ രീതിക്ക് വേണം അത് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തിട്ട് ഒരു പക്ഷേ മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മുട്ട ഒഴിവാക്കാൻ കിട്ടും. ഞാൻ ഒന്നിട്ട് പറയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഒറ്റ ട്രിപ്പായിട്ട് ഒഴിക്കാതെ ഇങ്ങനെ നൂല് പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആ മുട്ട ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക്, ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കൊണ്ടിട്ടുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ ഉപ്പ് പോരാഴിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ആ കുരുമുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ യോജിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളരിക്കയും മുട്ടയും കൊണ്ടൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് താഴോട്ടൊന്ന് വെക്കാം. ഇപ്പോൾ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ചെറിയ ചൂടോടെ വേണം കഴിക്കാൻ. ഞാനൊരു ബൗളിനകത്തൊരു മാറ്റുകയാണ്. സാധാരണ പല രീതിയിലുള്ള സൂപ്പുകളുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റും അതുപോലെ വലിയ വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും സൂപ്പൊക്കെ കിട്ടുന്നത് അല്ലേ. വീടുകളിൽ അങ്ങനെ ആരും മെനക്കെടത്തില്ല. പക്ഷേ അറിയില്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ആരും മെനക്കെടത്തില്ലത്. പക്ഷേ നല്ല ടേസ്റ്റി, നല്ല അത്യാവശ്യം ഹെൽത്തിയൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് വെള്ളരിക്കയും മുട്ടയും കൊണ്ടുള്ള സൂപ്പ് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പം കണ്ടില്ല, ഇതേപോലെയൊക്കെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പ് തന്നെ. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.